ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ 4 ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ട്. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതേപോലെ തന്നെ സെറ്റുകളിൽ ചില ഓപ്പറേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്. ഇഫ് A and B are any two sets, then the intersection of A and B is the set of all elements common to both A and B. എയും ബിയും 2 സെറ്റുകളാണെങ്കിൽ അവയുടെ ഇന്റർസെക്ഷൻ A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും പൊതുവായുള്ള എലിമെന്റ്സ് എല്ലാം കൂടി ചേർക്കുന്നതായിരിക്കും. ഒന്നുകൂടി പറയാം. A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും പൊതുവായി വരുന്ന അല്ലെങ്കിൽ കോമൺ ആയി വരുന്ന എലിമെന്റ്സിന്റെ സെറ്റാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എ ഇന്റർസെക്ഷൻ ബി. ഇൻവേർട്ടഡ് യു എന്നുള്ളത് ഇന്റർസെക്ഷന്റെ സിംബൽ ആണ്. അപ്പോൾ അത് വായിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. അപ്പൊ ഈ സിംബൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഇന്റർസെക്ഷൻ. ഇൻ സെറ്റ് ബിൽഡർ ഫോം എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു set of all x such that x is an element of A and x is an element of B. ഇവിടെ ആൻഡ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. എക്സ് എയിലും ഉണ്ടാകണം, എക്സ് ബിയിലും ഉണ്ടാകണം. അതാണ് പൊതുവായുള്ള എലിമെന്റ്സിന്റെ സെറ്റാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞത്. അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 4 6 8 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 10 12. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ഏതൊക്കെയാണ്? 2 4 6. ഇവിടെയും 2 4 6 ഉണ്ട്. ഇപ്പൊ 2 സെറ്റിലും കോമൺ ആയിട്ട് അല്ലെങ്കിൽ പൊതുവായി വരുന്ന എലിമെന്റ്സ് ഏതാണ്? സെറ്റ് 2 4 6 നമുക്ക് എഴുതാം. അതായിരിക്കും എന്ത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. എയിലും ബിയിലും പൊതുവായി വരുന്ന എലിമെന്റ്സ് ആണ് 2 4 6. അപ്പോ ആ എലിമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ഒരു പ്രധാനപ്പെട്ട നോട്ടാണ്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി then എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എക്ക് തുല്യമായിരിക്കും. എ ബിയുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്. അങ്ങനെയാണ് എ സബ്സെറ്റ് ഓഫ് ബി നമ്മൾ പറയുന്നത്. അപ്പൊ എ ബിയുടെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ചെറിയ സെറ്റ്? എ ആണ് ചെറിയ സെറ്റ് അല്ലേ. അപ്പോ എ ബിയുടെ സബ്സെറ്റ് ആയാൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ചെറിയ സെറ്റായ എയിലേക്കാണ് പോകുന്നത്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി then എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ഇവിടെ എ ബിയുടെ സബ്സെറ്റ് ആണോ നോക്കിയേ. എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്. അപ്പോ നമുക്ക് എന്ത് പറയാം? എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ച് നോക്കൂ. എയിലും ബിയിലും പൊതുവായി വരുന്ന എലിമെന്റ്സ് ഏതൊക്കെയാ? 1 2 3. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി നമ്മൾ 1 2 3 സെറ്റ് 1 2 3 എന്ന് എഴുതി. ഈ സെറ്റ് 1 2 3 എന്താണ്? എ ആണ്. അതായത് എ ബിയുടെ സബ്സെറ്റ് ആയപ്പോൾ എ ഇന്റർസെക്ഷൻ ബിയുടെ വില എന്ത് കിട്ടി? എ എന്ന് കിട്ടി. ഈ റിസൾട്ട് പഠിച്ചോണം. 1 മാർക്ക് ക്വസ്റ്റ്യന് വരാറുണ്ട്. If A subset of B, then A intersection B equal to A. അതുപോലെ ഒരു കാര്യം കൂടെ നോക്കിക്കോളൂ. എ എന്ന് പറയുന്ന സെറ്റ് 1 2 4 6 8. ബി എന്ന് പറയുന്നത് 2 4 6 10 12. എയില് 5 എലിമെന്റ്സ്, ബിയില് 5 എലിമെന്റ്സ്. എ ഇന്റർസെക്ഷൻ ബിയിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? കോമൺ ആയിട്ട് 3 എലിമെന്റ്സേ വരുന്നുള്ളൂ. അതായത് എയേക്കാളും ബിയേക്കാളും ചെറിയൊരു സെറ്റാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് അല്ലേ. അപ്പോ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ സെറ്റിലെ എലിമെന്റ്സിന്റെ എണ്ണം കുറയുന്നുണ്ട്. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം. എയിലും ബിയിലും ഒരേ എലിമെന്റ്സ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിയിലും അത് അത്ര തന്നെ എലിമെന്റ്സേ ഉണ്ടാവും. അതല്ല, പൊതുവെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ സെറ്റ് ചെറുതാവുകയാണെന്നുള്ള ആ ഒരു ഐഡിയ മനസ്സിലുണ്ടാകണം. ഇനി അടുത്തത് disjoint set. If A and B are two sets such that A intersection B is equal to phi, the empty set, then
A and B are said to be disjoint. എയും ബിയും രണ്ട് സെറ്റുകളാണ്. എയിലും ബിയിലും പൊതുവായ എലിമെന്റ്സ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്താ, എ ഇന്റർസെക്ഷൻ ബി എന്ത് കിട്ടും, നൾ സെറ്റ് എന്ന് കിട്ടും. അങ്ങനെ വരികയാണെങ്കിൽ എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് എന്നാണ് പറയുക. ഇപ്പൊ രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ, എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയിരിക്കണം. അതായത് രണ്ട് സെറ്റിലും പൊതുവായിട്ടുള്ള എലിമെന്റ്സ് ഒന്നും വരാൻ പാടില്ല. ഉദാഹരണം നോക്കൂ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8. അതായത് സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3, 5, 7 എക്സെട്ര. അതായത് സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഈ രണ്ട് സെറ്റുകളിൽ പൊതുവായിട്ട് എലിമെന്റ്സ് വല്ലതും ഉണ്ടോ, ഇല്ല. അപ്പൊ എന്ത് കിട്ടി, എ ഇന്റർസെക്ഷൻ ബി 5 ആണ്. അതായത് എയും ബിയും എന്തായി, ഡിസ്ജോയിന്റ് സെറ്റുകളായി. മനസ്സിലായല്ലോ. അപ്പൊ രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് ആവുന്ന എപ്പോഴാണ്, രണ്ട് സെറ്റിലും പൊതുവായി അംഗങ്ങൾ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ അവ ഡിസ്ജോയിന്റ് ആണെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്പറേഷൻ യൂണിയൻ ഓഫ് സെറ്റ്. ഇഫ് എ ആൻഡ് ബി ആർ എനി ടു സെറ്റ്, then the union of A and B is the set of all elements that are either in A or in B. എയും ബിയും രണ്ട് സെറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി, രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രണ്ട് സെറ്റിലെയും എലിമെന്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, എയിലെയും ബിയിലെയും എല്ലാ എലിമെന്റ്സിനെയും ഒരുമിച്ച് ഒറ്റ സെറ്റാക്കി എഴുതുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എ യു ബി. യു അല്ല, ഇത് യൂണിയന്റെ സിമ്പൽ ആണ്. ആ സിമ്പലിനെ വായിക്കുന്നത് യൂണിയൻ എന്നാണ്. എ യു ബി എന്ന് എഴുതി അങ്ങനെ വായിക്കേണ്ടത് എ യൂണിയൻ ബി. In set builder form, A union B is equal to set of all x such that x is an element of A or x is an element of B. അപ്പോ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ അതിലെ എലിമെന്റ്സ് എങ്ങനെയായിരിക്കും, ഒന്നുകിൽ അത് എയിലുണ്ടാവും അല്ലെങ്കിൽ ബിയിലുണ്ടാകും. ഇവിടെ ഓർ എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് എ ഓർ എക്സ് ഇസ് ആൻ എലിമെന്റ് ഓഫ് ബി. അതേസമയം ഇന്റർസെക്ഷനിൽ എന്തായിരുന്നു, set of A intersection B equal to set of all x such that x is an element of A and x is an element of B. ആ വ്യത്യാസം മനസ്സിലാക്കിക്കോണം. ഇന്റർസെക്ഷൻ ആവുമ്പം എയിലും ബിയിലും ഉണ്ടാവണമെന്നാണ്. അതേസമയം യൂണിയൻ ആവുമ്പോഴോ ഒന്നുകിൽ എയിൽ അല്ലെങ്കിൽ ബിയിൽ ഉണ്ടായാൽ മതി. മനസ്സിലായല്ലോ. ഇപ്പൊ എ യൂണിയൻ ബിക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2, 3, 5, 6, 7, 8, then A union B equal to എയിലുള്ള എല്ലാ എലിമെന്റ്സും എഴുതി 1, 2, 3, 4, 5. ബിയിലെ എലിമെന്റ്സും കൂടി എഴുതുന്നു. ഇവിടെ ആവർത്തിച്ച് വരുന്ന എലിമെന്റ്സ് ഉണ്ട്. പിന്നീട് നമ്മൾ ഒന്നുകൂടെ എഴുതില്ലാതെ 1, 2, 3, 4, 5 ഇവിടെ എയിലെ എലിമെന്റ്സ് അത്രയായി. പിന്നെ അതല്ലാതെ ബാക്കി വരുന്ന എലിമെന്റ്സ് ഏതാ, 6, 7, 8. മനസ്സിലായല്ലോ. എയിലെയും ബിയിലെയും എല്ലാ എലിമെന്റ്സും ഒറ്റ സെറ്റാക്കി ഇടുന്നതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അടുത്തൊരു നോട്ട്, if A subset of B, then A union B equal to B. A B യുടെ സബ്സെറ്റ് ആണെങ്കിൽ A യൂണിയൻ B എടുത്താൽ എന്ത് കിട്ടും, വലിയ സെറ്റായ B കിട്ടും. If A subset of B, then A union B equal to B. ഇതും 1 മാർക്കിന് വരുന്നതാണ്. ഈ റിസൾട്ടിന് ഒരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. If A is equal to set 1, 2, 3 and B is equal to set 1, 2, 3, 4, 5. അപ്പൊ ഇവിടെ എ ബിയുടെ സബ്സെറ്റ് ആണോ നോക്കിയേ, എയിലെ എല്ലാ എലിമെന്റ്സും ബിയിലുണ്ട്. അതുകൊണ്ട് എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ എ യൂണിയൻ ബി കണ്ടുപിടിച്ചാലോ, എ യൂണിയൻ ബി എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും എല്ലാ എലിമെന്റ്സും എഴുതണം അല്ലെ. എയിലെ എലിമെന്റ്സ് 1, 2, 3 എഴുതി. ബിയിലെ ഉള്ള എലിമെന്റ്സ് ബാക്കി എലിമെന്റ്സ് ഏതാ, 4, 5. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5. പക്ഷേ സെറ്റ് 1, 2, 3, 4, 5 എന്ന് പറയുന്നത് എന്താ, ബി ആണ് അല്ലെ. എ യൂണിയൻ ബി ഈക്വൽ ടു ബി. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, then എ യൂണിയൻ ബി ഈക്വൽ ടു ബി. ഇപ്പൊ യൂണിയൻ എടുക്കുമ്പോ സെറ്റ് വലിയ സെറ്റായിട്ടാണ് കിട്ടുന്നത് അല്ലെ. ഇന്റർസെക്ഷൻ എടുത്തപ്പോഴോ ചെറിയ സെറ്റായിട്ടുമാണ് കിട്ടിയത്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, then എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ചെറിയ സെറ്റ് എ ആയിരിക്കും. അതേസമയം ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, then എ യൂണിയൻ ബി ഈക്വൽ ടു ബി. അതായത് വലിയ സെറ്റായ ബിയിലേക്കാണ് പോകുന്നത്. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ സെറ്റ് ചുരുങ്ങാണ്, യൂണിയൻ എടുക്കുമ്പോൾ സെറ്റ്
വലുതായി വരികയാണ്. ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടാവണം എപ്പോഴും. അടുത്ത കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. സംശയമുണ്ടോ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലെയും ബിയിലെയും എല്ലാ എലിമെന്റ്സും എടുത്തെഴുതുക. ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും അത് തന്നെയല്ലേ? ബിയിലെയും എയിലെയും എലിമെന്റ്സ് എല്ലാം എടുത്തെഴുതുക. അതായത് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആണ്. അതുപോലെ തന്നെ ഇന്റർസെക്ഷൻ റിസൾട്ട് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. എയ്ക്കും ബിക്കും പൊതുവായുള്ള എലിമെന്റ്സ് എന്ന് പറയുന്നത് തന്നെയല്ലേ ബിക്കും എയ്ക്കും പൊതുവായുള്ള എലിമെന്റ്സ് എന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ എന്ന് പറയാം. ഈ രണ്ട് പ്രോപ്പർട്ടീസിനെ ചേർത്ത് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോസ് എന്നാണ് പറയുന്നത്. നമ്പേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ 2+3 = 3+2 എന്ന് എഴുതില്ലേ? അതുപോലെ 2 × 3 = 3 × 2 എന്ന് എഴുതില്ലേ? അതേ രീതിയിൽ സെറ്റ് ഓപ്പറേഷൻസിൽ യൂണിയൻ ഇന്റർസെക്ഷനിൽ വരുന്ന റിസൾട്ട്സ് ആണിത്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അതിനെ കമ്മ്യൂട്ടേറ്റീവ് ലോസ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് അസോസിയേറ്റീവ് ലോസ് ആണ്. യൂണിയന്റെ അസോസിയേറ്റീവ് ലോ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. അതായത് എയുടെയും ബിയുടെയും യൂണിയൻ എടുത്തിട്ട് അതിന്റെ കൂടെ സി യൂണിയൻ എടുത്താലും ബിയും സിയും യൂണിയൻ എടുത്തിട്ട് അതിന്റെ കൂടെ ആ കിട്ടുന്ന സെറ്റിന്റെ കൂടെ എ യൂണിയൻ എടുത്താലും സെയിം ആണ്. ഈ ഓർഡർ ബ്രാക്കറ്റിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും ആൻസറിൽ വ്യത്യാസം വരുന്നില്ല. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. അതേപോലെ തന്നെ ഇന്റർസെക്ഷനിലും ഉണ്ട്. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇപ്പൊ ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി ആണ്. ആ കിട്ടുന്ന സെറ്റും സിയുമായിട്ടുള്ള ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നു. റൈറ്റ് സൈഡിൽ എങ്ങനെയാ? ആദ്യം ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ആ സെറ്റുമായിട്ട് എയുടെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നു. രണ്ടായാലും ഉത്തരം തുല്യമാണ്. അപ്പൊ ഈ രണ്ട് റിസൾട്ടുകൾ യൂണിയന്റെ ഇന്റർസെക്ഷന്റെ റിസൾട്ടുകളെയാണ് നമ്മൾ അസോസിയേറ്റീവ് ലോസ് എന്ന് പറയുന്നത്. അടുത്ത റിസൾട്ട് നോക്കി. എ യൂണിയൻ ഫൈ ഈക്വൽ ടു എ. ഫൈ എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്, എം ടി സെറ്റ്, എലിമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റ്. എ യൂണിയൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? എയിലെയും ഫൈയിലെയും എലിമെന്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് എഴുതുക അല്ലെ? ഫൈയിൽ എലിമെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ എന്ന് പറയുമ്പോ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. എ യൂണിയൻ ഫൈ എന്താ? എ തന്നെ. അതുപോലെ എ ഇന്റർസെക്ഷൻ യു എന്താ? എ ആണോ യു ആണോ വലിയ സെറ്റ്? യു എന്ന് പറയുന്നത് അറിയാലോ, യൂണിവേഴ്സൽ സെറ്റ് ആണ്. നമ്മളെ ഒരു ഡിസ്കഷനിൽ കൺസിഡർ ചെയ്യുന്ന സെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ സെറ്റാണ് യു. ആ യുവും അതിലെ ഒരു സബ്സെറ്റായ എയുമായിട്ടുള്ള ഇന്റർസെക്ഷൻ എടുത്താൽ ചെറിയ സെറ്റിലേക്ക് പോകും. എ ഇന്റർസെക്ഷൻ യു എന്ന് പറയുന്നത് എ ആണ്. ഈ രണ്ട് ലോസിനെ ചേർത്ത് ഐഡന്റിറ്റി ലോസ് എന്നാണ് പറയുക. അടുത്ത നോക്ക്. എ യൂണിയൻ എ എന്തായിരിക്കും? എയിലുള്ള എല്ലാ എലിമെന്റ്സും കൂടെ ചേർത്ത് എഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക? എ തന്നെയാണ് കിട്ടുക. അപ്പൊ എ യൂണിയൻ എ ഈക്വൽ ടു എ. അതുപോലെ എ ഇന്റർസെക്ഷൻ എ എന്തായിരിക്കും? എയിലും പൊതുവായിട്ടുള്ള എയിലുള്ള എലിമെന്റ്സ് തന്നെയാണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ. അതിനെയാണ് ഐഡംപൊട്ടന്റ് ലോസ് എന്ന് പറയുന്നത്. ഐഡംപൊട്ടന്റ് ലോസ്. അടുത്തത് എ യൂണിയൻ യു. നമുക്കറിയാം യൂണിയൻ എടുക്കുമ്പോൾ വലിയ സെറ്റിലേക്കാണ് പോവുക. യു ആണ്, അതായത് യൂണിവേഴ്സൽ സെറ്റ് ആണ് വലിയ സെറ്റ്. എ യൂണിയൻ യു ഈക്വൽ ടു യു ആയിരിക്കും, യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. അതുപോലെ എ ഇന്റർസെക്ഷൻ ഫൈ എന്താണ്? എ ഇന്റർസെക്ഷൻ ഫൈ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്, എലിമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റാണ്. എ ഇന്റർസെക്ഷൻ ഫൈ എന്ന് പറഞ്ഞാൽ എയിലും ഫൈയിലും പൊതുവായിട്ട് വരുന്ന എലിമെന്റ്സ്. ഫൈയിലൊന്നും ഒരു എലിമെന്റ്സും ഇല്ലല്ലോ, പൊതുവായിട്ട് അപ്പൊ എലിമെന്റ്സ് ഒന്നും കിട്ടില്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈ തന്നെയായിരിക്കും, അതായത് നൾ സെറ്റ് തന്നെയായിരിക്കും. ഈ രണ്ട് ലോസിനെ ലോസ് ഓഫ് യു ആൻഡ് ഫൈ എന്നാണ് പറയുക. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ആണ്. യൂണിയനും ഇന്റർസെക്ഷനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലോസ് ആണ്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി, ബി ഇന്റർസെക്ഷൻ സി ഒരുമിച്ചാണ്, ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. റിസൾട്ട് വെരിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്, പഠിച്ചു വെച്ചോണം. അതേപോലെ തന്നെ ഇന്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, യൂണിയനെ ബേസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റിസൾട്ടാണിത്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, ബി യൂണിയൻ സി ഒരുമിച്ചാണ്. എങ്ങനെയായിരിക്കും ചെയ്യുക? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി സെയിം ആസ്
എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഈ ലോസ് വെരിഫൈ ചെയ്യാൻ ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.